ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ധർമ്മൻ ഇനി ഒരിക്കലും ദേവമംഗലത്തേക്ക് മടങ്ങി വരില്ല എന്ന് ദേവമംഗലത്തുള്ളവർക്കൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ധർമ്മൻ്റെ മനസ്സിൽ അത്രയധികം വിദ്വേഷം ഇപ്പോൾ ബാലനോടും ഗോമതിയോടും ഉണ്ട്. തനിക്ക് വേണ്ടി ഒരു വാക്കുപോലും ബാലനോട് പറയാത്ത ഗോമതിയെ പോലും ധർമ്മൻ വെറുത്ത് കഴിഞ്ഞിരിക്കുന്നു. തന്നെ ഒരു കള്ളനാക്കാൻ എല്ലാവരും മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതുപോലെയൊക്കെയാണ് കേട്ടോ ധർമ്മൻ്റെ മനസ്സിൽ. അപ്പം ഗോമതിയും തകർന്നിരിക്കുകയാണ്. അവനിനി ഒരിക്കലും തിരിച്ച് മമ്മിലേക്ക് മടങ്ങി വരത്തില്ല. അവനോട് നമ്മൾ ചെയ്തതും തെറ്റായിപ്പോയി ബാലേട്ട എന്ന് പറയാം. അവൻ ചോദിച്ചത് കേട്ടോ ഗോമതി? കണക്ക് പറയുന്നു. അവന് നമ്മൾ ലക്ഷങ്ങൾ വേണേൽ അങ്ങോട്ട് കൊടുക്കാനുണ്ടത്രേ. അങ്ങനെ ഒരു ജോലിക്കാരനായിട്ടാണോ ഞാൻ അവനെ കണ്ടത്? എന്താ ഗോമതി, അവനെ ഒന്ന് വഴക്കു പറയാനുള്ള അർഹത പോലും എനിക്കില്ലേ എന്ന് ചോദിക്കാണ് കേട്ടോ. അവനിന്ന് എൻ്റെ മുഖത്ത് നോക്കി കണക്ക് പറഞ്ഞു. അപ്പം അവൻ എന്നെ അത്രയധികം വെറുത്തു പോയോ എന്നൊക്കെ ബാലനും പറയാണ് കേട്ടോ. തങ്ങളെ മാമൻ തങ്ങളിൽ നിന്ന് ഒരുപാട് അകലെയാണെന്ന് ആനന്ദനും ആര്യനും ആകാശനും ഒക്കെ മനസ്സിലാകുകയാണ്. തങ്ങളെല്ലാവരും ചിരിച്ചു കളിച്ച് എത്ര സന്തോഷത്തോടെ ജീവിച്ച സ്ഥലമാണ് ഈ ദേവമംഗലം. ഇപ്പം മാമൻ ഇവിടെ നിന്നും പോയിരിക്കുന്നു. അതും തങ്ങളെയെല്ലാം ഇപ്പം വെറുപ്പോടെയാണ് മാമൻ കാണുന്നതെന്ന തിരിച്ചറിവ് അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് കേട്ടോ. മാമൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ല. പക്ഷേ അച്ഛൻ ചോദിച്ച വിധം അത് മാമനെ അത്രയധികം മാനസികമായി വേദനിപ്പിച്ചു. അതുകൊണ്ടാണ് മാമൻ ഇന്ന് അച്ഛൻ്റെ നേർക്ക് നേർ നിന്ന് അങ്ങനെ സംസാരിച്ചത് എന്ന് പറയാം. അത് കേൾക്കുന്ന ആനന്ദ് പറയും, എന്നും കരുതി അച്ഛൻ ഇത്രയും നാളും മാമന് കൊടുത്ത സ്നേഹത്തെ മാമൻ ചോദ്യം ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് ആനന്ദ് പറയും. മാമനെ കുറ്റം പറയാൻ പറ്റുമോ ആനന്ദേട്ട എന്ന് ആകാശപ്പ ചോദിക്കുക. മാമനോട് അച്ഛൻ അങ്ങനത്തെ രീതിയിലല്ലേ സംസാരിച്ചത്? ഈ വാച്ച് മേടിക്കാൻ നിനക്ക് 25,000 രൂപ എവിടുന്നാടാ എന്ന് ചോദിച്ചാൽ അതിനർത്ഥം എന്താ? മാമനായി 25,000 രൂപ മോഷ്ടിച്ചെന്നല്ലേ എന്ന് ആകാശപ്പ ചോദിക്കുകയാണ്. അതുമാത്രമോ, കൃഷ്ണമംഗലത്തുള്ളവരെല്ലാവരും കൂടി ഇപ്പം മാമനെ നന്നായിട്ട് എരികേറ്റുന്നുണ്ടാകും. എന്തായാലും ഇനി നമുക്ക് നമ്മുടെ മാമനെ തിരിച്ചു കിട്ടത്തില്ല എന്ന് അവർ പറയാണ് കേട്ടോ. അപ്പം ആര്യനും പറയും, അതെ, മാമൻ്റെ മനസ്സിൽ അത്രയധികം അമ്മയും അച്ഛനോടും ദേഷ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് അച്ഛൻ്റെ നേർക്ക് നേർ നിന്ന് മാമൻ അങ്ങനെ സംസാരിച്ചത് എന്ന് പറയാണ് കേട്ടോ. എന്നാലും ആ 25,000 രൂപ എവിടെ പോയെന്നാണ് മനസ്സിലാകാത്തത് എന്ന് ആര്യം പറയാം. മാമൻ ഒരിക്കലും അത് എടുക്കില്ല. മറ്റേതോ വഴിക്ക് അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ആര്യൻ തീർത്തു പറയാണ്. അപ്പം ആനന്ദിന്റെ മനസ്സിലേക്ക് ദേവിയുടെ മുഖം കടന്നു വരുന്നത്, പെരിങ്കള്ളി ഈ വീട്ടിൽ തന്നെയുണ്ട്. ഈ കുടുംബത്തിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മാറി നിന്ന് ചിരിക്കുന്ന യക്ഷി അവള് എന്ന് ആനന്ദ് മനസ്സിൽ പറയാം. ഇതേ സമയം ധർമ്മൻ്റെ പെരുമാറ്റത്തിൽ ബാലനും നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ധർമ്മനെ വിളിക്കാനായിട്ട് ആരും ദേവമംഗലത്ത് നിന്നും പോകണ്ട എന്ന് തീർത്ത് ബാലൻ പറയുന്നുണ്ട്. പക്ഷെ ബാലൻ്റെ മനസ്സിൽ ഇപ്പോഴും 25,000 രൂപ ധർമ്മൻ എടുത്തത് തന്നെയാണെന്ന് വിശ്വസിക്കുന്നത്. അങ്ങനെ ബാലൻ കടയിലേക്ക് ചെല്ലുക. അപ്പം ധർമ്മൻ ഇല്ലാതെ ബാലനും ദേവിയും മാത്രം വരുന്ന കാണുന്ന രാമേട്ട ചോദിക്കും, അല്ല ഇന്ന് ധർമ്മൻ എന്തിയെ? അവനാണല്ലോ സാധാരണ നേരത്തെ വരാറ് എന്ന് ചോദിക്കുക. അപ്പം ദേവി ഒന്നും മിണ്ടാതെ കയറി പോവാണ്. എന്തു പറ്റി ദേവി മോളെ, നിന്റെ മുഖത്തെന്താ ആകെ സങ്കടം എന്ന് ചോദിക്കുക. അപ്പം ബാലൻ പറയും, രാമേട്ട ഇനി ധർമ്മൻ ഈ കടയിലേക്ക് വരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ആരെയും കണ്ടിട്ടല്ലല്ലോ ഞാൻ ഈ കട തുടങ്ങിയത് എന്ന് രാമേട്ടനോട് പറയാണ്. അവൻ പോയി രാമേട്ട. അവനെ ഈ ദേവമംഗലം ഉപേക്ഷിച്ച് അവൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ധർമ്മൻ കൃഷ്ണമംഗലത്തേക്ക് പോവുകയോ? സത്യം പറ, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുക. അപ്പം ദേവി പറയും, 25,000 രൂപയുടെ കണക്ക് ഇന്നലെ കുറവ് വന്നു രാമേട്ട. അത് എന്താ ഏതാന്ന് ചോദിക്കുന്നതിനിടയിൽ മാമനെങ്ങാനും 25,000 രൂപ ഇനി എടുത്തോ എന്ന് ബാലച്ചൻ ചോദിച്ചു. അതുകൊണ്ട് മാമനെ കള്ളനാക്കിയെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് ദേവി പറയാ. എന്തൊക്കെയാ ബാല ഈ സംഭവിക്കുന്നത്? നിനക്കെന്താ ഒട്ടും ബോധമില്ലെന്നായി പോയോ? നമ്മുടെ ധർമ്മം പൈസ എടുക്കുമെന്ന് നിനക്ക് എങ്ങനെ ചോദിക്കാൻ തോന്നി? ഇല്ല രാമേട്ട, അവൻ കള്ളനാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവൻ ഇന്നലെ സുഗിനിക്ക് 25,000 രൂപയുടെ വാച്ച് മേടിച്ചുകൊണ്ട് വന്നപ്പം ആ കാശ് എവിടെ നിന്നാന്ന് ചോദിച്ചു. അത്രയും ചോദിച്ചാൽ മതിയല്ലോടാ. ആത്മാഭിമാനമുള്ള ഏതൊരാളും ചെയ്യുന്നതേ അവനും ചെയ്യത്തുള്ളൂ. അവനായതുകൊണ്ട് ഇറങ്ങി തന്നതേ ഉള്ളൂ. ഞാനായിരുന്നെങ്കിൽ നിന്റെ മുഖം അടിച്ചൊന്ന് തന്നിട്ടേ ഇറങ്ങുള്ളായിരുന്നു എന്ന് പറയാം. രാമേട്ടനും എന്നെ കുറ്റപ്പെടുത്തുവാണോ എന്ന് ചോദിക്കുക. അവനോട് നീ ചെയ്തത് ഒട്ടും ശരിയായില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. എത്ര വർഷമായിട്ട് കുഞ്ഞായിരുന്നപ്പോൾ മുതൽ നിന്റെ കൂടെ നിന്ന് വളർന്നവനല്ലേടാ അവൻ. അവൻ കാശെടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇന്നേ വരെ നിന്നോട് ചോദിക്കാതെ 1 രൂപ ഈ ട്രോയിൽ നിന്ന് അവൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. നീ എന്നെ കുറ്റപ്പെടുത്തിയാൽ പോലും ചിലപ്പം ഞാൻ സഹിച്ചേനെ. പക്ഷെ നീ അവനോട് ചെയ്തത് ഒരിക്കലും ശരിയായില്ല എന്ന് പറയണം.
അത് കേൾക്കുന്ന ദേവി പറയും, ഇതിന് രാമേട്ട മാമൻ കാശെടുത്തെന്ന് ബാലച്ചൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആ തുക എടുത്തെങ്കിൽ തന്നെ ഒരു തെറ്റുമില്ല. ഈ കട അതിന് ധർമ്മമാമൻ്റെ കൂടിയല്ലേ. പക്ഷേ അത് ചോദിച്ചപ്പോൾ മാമൻ സമ്മതിക്കാതിരുന്നതാ ബാലച്ചൻ ഇത്ര സങ്കടം വന്നത്. മോളെ ദേവി, നീ ഈ കട കാണാൻ തുടങ്ങിയിട്ട് ഇത്ര ദിവസമേ ആയിട്ടുള്ളൂ. ഇവിടെ ഞാനും ധർമ്മനും ഒക്കെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായതാ. അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്യത്തില്ലെന്ന് എനിക്ക് ഉറപ്പാ. നാളെ ഈ കടയിൽ നിന്ന് കാശ് കാണാതെ പോയാൽ നിങ്ങളെല്ലാവരും കൂടി എന്നെയും ഇതുപോലൊരു കള്ളനാക്കി മാറ്റില്ലേടാ എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന ബാലൻ ദേഷ്യത്തോടെ രാമേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുക. രാമേട്ട, എന്തൊക്കെ ഈ പറയുന്നത്? പറഞ്ഞു. ഞാൻ ആരെയും ഒരു കള്ളനും ആക്കിയിട്ടില്ല. അവനോട് ഞാനൊന്ന് കാശ് എവിടുന്നാ എന്ന് ചോദിച്ചു പോയി. അത് ഇത്ര തെറ്റാണോ? അവൻ്റെ അച്ഛന് സ്ഥാനം അവൻ എനിക്ക് നൽകിയിട്ടുണ്ട്. മക്കളൊരു തെറ്റ് ചെയ്താൽ നേർവഴിക്ക് നയിക്കേണ്ടത് അച്ഛനമ്മമാരുടെ കടമയല്ലേ. അതുകൊണ്ട് ആ കാശ് ഞാൻ എവിടുന്നാന്ന് ചോദിച്ചു. ഇനി അവനത് ഇതിൽ നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞാൽ പോലും എനിക്കൊന്നും തോന്നില്ല. അവൻ്റെ കടയിൽ നിന്ന് അവൻ കാശെടുത്തു, അത്രയേ ഞാൻ കരുതുള്ളൂ. രാമേട്ടനും ഇപ്പം പറഞ്ഞ് എന്നെയാണോ തെറ്റുകാരനാക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പോൾ ദേവി പറയും, രാമേട്ടനും കൂടി ബാലച്ചനെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ എന്ന് പറയാണ്. അവൻ ചെയ്തത് തന്നെയാണ് ശരി. അവൻ ഇനി ഒരിക്കലും ഈ കടയിലേക്ക് വരാൻ പോകുന്നില്ല. അവനെ ആത്മാഭിമാനം ഉള്ളവനാ എന്ന് പറഞ്ഞ് രാമേട്ടൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. എന്തായാലും ധർമ്മന് ചിട്ടയൊക്കെ ഉണ്ടായിരുന്നു, അതെനിക്കറിയാം. അതിൽ നിന്ന് കാശ് പിടിച്ചത് വല്ലതും ആകും അവൻ സുഗനിക്ക് വാച്ച് മേടിക്കാനായിട്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുക. അപ്പോൾ രാമേട്ടൻ പറയുന്നത് ബാലൻ കേൾക്കുന്നുണ്ടെങ്കിലും കാര്യമായിട്ട് എടുക്കുന്നില്ല. ദേവിയും ബാലനും ഇപ്പോഴും തീർത്തും വിശ്വസിക്കുന്നത് ആ കാശ് ധർമ്മൻ എടുത്തത് തന്നെയാണ് കേട്ടോ. ദേവിയാണെങ്കിൽ തൻ്റെ ഭാഗത്തെ തെറ്റുകളൊക്കെ മറച്ചു പിടിച്ചുകൊണ്ടാണ് ധർമ്മൻ്റെ ഭാഗത്തെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇതേ സമയം കടയിലേക്ക് ഒരു വ്യക്തി കയറി വരികയാണ് കേട്ടോ. ബാലേട്ടൻ ഇന്ന് നേരത്തെ വന്നു. ധർമ്മൻ എന്തേ ഈ ചെറുക്കനൊരു കാര്യം എന്ന് പറഞ്ഞാൽ വരുന്നത്. എന്താ കാര്യം എന്ന് അപ്പം അയാളോട് ബാലൻ ചോദിക്കുകയാണ്. ധർമ്മനെ എൻ്റെ കൂടെ ഒരു ചിട്ടി കൂടിയിട്ടുണ്ടായിരുന്നു എൻ്റെ ബാലേട്ടാ. ഇന്നലെ അവൻ വൈകുന്നേരം വീട്ടിലേക്ക് കയറി ഒരു വരവ്. ചിട്ടി പിടിച്ചിട്ട് അവനാണ് കാശ് മേടിക്കാതെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പം ആ കാശിങ്ങ് തന്നേ എന്നും പറഞ്ഞാൽ വന്നത്. കാശെടുത്ത് ഞാൻ കൊടുത്തു. ഒപ്പൊന്നും ഇട്ട് തരാതെ ഒറ്റ പോക്കാ ചെറുക്കൻ. അതൊക്കെ നാളെ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് അവൻ അത്യാവശ്യമായിട്ട് ആർക്കോ എന്തോ ഗിഫ്റ്റ് മേടിക്കാനാണ് എന്ന് പറയാം. അത് കേൾക്കുന്ന ബാലൻ ഞെട്ടിത്തരിച്ചു നിൽക്കുക. ഇന്നലെ ചിട്ടി പിടിച്ച കാശ് നിങ്ങളുടെ കയ്യിൽ നിന്നും അവൻ മേടിച്ചിരുന്നോ? അതെ, മേടിച്ചിരുന്നല്ലോ. മിക്കവാറും അവൻ്റെ ഭാര്യയ്ക്ക് വല്ല സമ്മാനവും മേടിക്കാനായിരുന്നു. ഏകദേശം 25,000 രൂപയുടെ ചിട്ടിയാ. അത് അവൻ അടിച്ചിട്ട് കുറേ ആയതാ. പക്ഷേ അവനൊരു ആവശ്യം വരുമ്പോൾ മേടിച്ചോളാമെന്നും പറഞ്ഞ് അവിടെ ഇട്ടിരുന്നതാ. ഇന്നലെ വൈകിട്ട് വന്നത് മേടിച്ചോണ്ട് പോയി. അവനെ ഒപ്പിട്ട് തരേണ്ട 2-3 പേപ്പറുകൾ ഉണ്ടായിരുന്നു, അതിലൊന്നും ഒപ്പിട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ രാവിലെ കടയിലേക്ക് വന്നത്. ഇവിടെ വന്ന് അവനെ കാണാൻ കഴിയുമല്ലോ എന്ന് പറയാം. അപ്പം ഇത് കേട്ടുകൊണ്ട് രാമേട്ടനും ദേവിയും അവിടെ നിൽക്കുക. ഇപ്പം ബാലന് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ എന്നപ്പോൾ ചോദിക്കാം. ബാലനാണ് കുറ്റബോധത്തോടെ ഇരിക്കുകയാണ് കേട്ടോ. അല്ല, ധർമ്മൻ ഇന്ന് വന്നില്ലേ എന്ന് ചോദിക്കാം. അപ്പം അതിന് മറുപടി ബാലൻ പറയില്ല. പേപ്പറുകളിങ്ങ് തന്നേക്ക്, അവൻ വരുമ്പം ഞാൻ ഒപ്പിട്ട് മേടിച്ച് വെച്ചേക്കാം എന്ന് പറയാൻ കേട്ടോ. ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് ആ ചിട്ടി നടത്തുന്ന ആൾ അവിടെ നിന്ന് കൊണ്ട് പോവുക. നിനക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അവൻ്റെ കയ്യിൽ എവിടുന്ന് 25,000 രൂപ വന്നതെന്ന്. കാര്യം അറിയാതെ ആ പാവത്തെ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് കള്ളനാക്കാൻ നോക്കിയതല്ലേ. എന്നിട്ട് ഇപ്പോൾ എന്ത് കിട്ടി? നിന്നെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയുടെ സ്നേഹം നിനക്ക് നഷ്ടപ്പെട്ടു. ബാല, നിന്റെ എടുത്തുചാട്ടം നീ അല്പം കൂടി മാറ്റി നിർത്തണം. നീ നിന്റെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത്. ഞാൻ എപ്പോഴും പറയും, നിന്റെ കുടുംബത്തിലുള്ളവരെല്ലാം നിന്റെ അടിമകളല്ലെന്ന്. അപ്പോൾ കേൾക്കുന്ന ദേവിക്കും ആകെ കുറ്റബോധം തോന്നുക. താനും മാമനെ ഇന്നലെ കള്ളനാക്കിയല്ലോ എന്നുള്ള ചിന്ത വരിക. അപ്പോൾ ദേവി അങ്ങോട്ട് വരിക. ബാലച്ച, അപ്പം മാമനല്ല പൈസ എടുത്തത്. മാമൻ 25,000 രൂപ മാമൻ്റെ സ്വന്തം കയ്യിൽ കാശ് കൊടുത്താ സുഗനി ചേച്ചിക്ക് വാച്ച് മേടിച്ചത്. ബാലച്ചനും നമ്മളെല്ലാവരും ഇന്നലെ മാമനോട് ചെയ്തത് തെറ്റായി പോയി. ഇനി ഒരിക്കലും മാമൻ ദേവമംഗലത്തേക്ക് വരില്ലല്ലേ ബാലച്ച എന്ന് ചോദിക്കാം. അപ്പോൾ ബാലൻ മറുപടി ഇല്ലാതെ നിൽക്കുകയാണ്. അവനോട് ഞാനൊന്ന് ചോദിച്ചെന്ന് കരുതി എന്നെയും ഗോമതിയെ ഒക്കെ ഉപേക്ഷിച്ച് പോയതല്ലേ. അവനിനി വരണ്ട എന്ന് ബാലൻ പറയാണ്. അവൻ എന്നാ എന്നോട് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ ചിട്ടി പിടിച്ച കാശായിരുന്നു എന്ന്? ഞാൻ എത്ര തവണ ചോദിച്ചു ഈ കാശ് അവൻ എവിടുന്നാ കിട്ടിയതെന്ന്. അവനൊരു അക്ഷരം പറഞ്ഞില്ലല്ലോ. അവനെന്നല്ല ആരാണ് എന്ന് പറയില്ല. അല്ലെങ്കിൽ തന്നെ നിന്നെ ബോധിപ്പിക്കേണ്ട എന്ത് കാര്യമാണ് അവനുള്ളത് എന്ന് ചോദിക്കുക. രാമേട്ടനും എന്നെ കുറ്റപ്പെടുത്തുവാണോ എന്ന് അപ്പം ബാലൻ ചോദിക്കുക. എടാ, അവൻ്റെ ഭാര്യയ്ക്ക് അവൻ ആഗ്രഹിച്ച് 25,000 രൂപയുടെ വാച്ച് മേടിച്ചു കൊടുത്തു. അവന് ഒരു കഴിവില്ലാത്തതുപോലെയല്ലേ നീ ഇന്നലെ അവനോട് സംസാരിച്ചത്. ഈ കാശ് എവിടുന്നാണെന്ന് ചോദിച്ചാൽ അതിനർത്ഥം എന്താടാ? നിന്റെ കാണാതെ പോയ കാശ് അവൻ എടുത്തു എന്നല്ലേ അതിനർത്ഥം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും ബാലൻ തല കുനിച്ച് നിൽക്കുകയാണ്.
അവനെ എല്ലാവരും കൂടി കള്ളനാക്കി മാറ്റിക്കഴിഞ്ഞല്ലോ. വീണ്ടും അവൻ്റെ സത്യാവസ്ഥ തെളിയിച്ചിട്ട് എന്ത് കാര്യമുള്ളതെന്ന് അവൻ ചിന്തിച്ച് കാണും. ഇനിയും ഞാനാണേലും ഈ കടയിലെ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണമല്ലേടാ ബാല. ഞാൻ ഈ കട സ്വന്തമായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു സ്ഥാനമില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ധർമ്മൻ ഇതാ അവസ്ഥയെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകും എന്ന് പറയാം. അപ്പം ബാലൻ എഴുന്നേറ്റ് വന്ന് രാമേട്ടന് ഒരു അടി കൊടുക്കുക. എന്താ രാമേട്ടൻ ഈ പറയുന്നത്? രാമേട്ടനും എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നല്ലേ അതിനർത്ഥം? കാലം എത്രയായി എൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പോഴും എനിക്ക് എന്നെ മനസ്സിലാക്കാൻ രാമേട്ടന് കഴിഞ്ഞിട്ടില്ലേ? എനിക്കറിയാം നീ ഒന്നും മനസ്സിൽ വെച്ചിട്ടല്ല ഓരോന്ന് സംസാരിക്കുന്നതെന്ന്. പക്ഷെ നീ മനസ്സ് കരുതുന്നത് പോലെ എതിരെ നിൽക്കുന്നവരും കരുതണമെന്ന് നീ ചിന്തിക്കുന്നത് തെറ്റാ ബാല എന്ന് പറയാം. കളിയായിട്ടാട്ടോ രാമേട്ടൻ്റെ പയ്യെ തല്ലുന്നത്. ഇതെല്ലാം കണ്ണും കെട്ടി നിൽക്കുന്ന ദേവി കുറ്റബോധത്തിൽ നീറിയാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. മാമനോട് ഇന്നലെ തങ്ങൾ ആരും പെരുമാറിയ രീതി ഒട്ടും ശരിയായില്ല എന്ന് ദേവിക്ക് ബോധ്യപ്പെടുകയാണ്. പിന്നെ ആ കാശ് എവിടെ പോയി എന്ന് ദേവി തല പുകഞ്ഞാലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാശ് എവിടെ പോയി എന്ന് എത്ര ചിന്തിച്ചിട്ടും ദേവിക്ക് മനസ്സിലാകുന്നില്ല. ഇതേ സമയം വൈകുന്നേരം ദേവമംഗലത്തേക്ക് നമ്മുടെ ദേവിയും അതുപോലെ ബാലനും കൂടി വിഷമിച്ച് കയറി ചെല്ലുക. അവരുടെ മുഖഭാവം കാണുമ്പോൾ എന്താ എന്ന് ഗോമതി കാര്യം തിരക്കുക. അപ്പം ദേവി കാര്യം പറയും. ഇന്നലെ മാമന് വാച്ച് മേടിക്കാനുള്ള കാശ് കിട്ടിയത് ചിട്ടി പിടിച്ചതാ എന്നുള്ള കാര്യം അറിയിക്കുക. അത് കേൾക്കുന്ന ഗോമതി തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുക. എൻ്റെ അനിയനെ എല്ലാവരും കൂടി ചേർന്ന് കള്ളനാക്കി. അവനിവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അവൻ്റെ മനസ്സിലിപ്പം അവൻ്റെ ചേച്ചി അത്രയുമില്ല. അവൻ്റെ ചേച്ചി അവൻ വെറുത്ത് കഴിഞ്ഞു എന്ന് പറയാം. അമ്മേ, പരസ്പരം നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യമുള്ളത്? മാമന് ഇന്നലെ അത് പറയാമായിരുന്നില്ലേ എന്ന് ദേവി ചോദിക്കുക. ആരും ഒന്നും പറയണ്ട. അല്ലെങ്കിൽ തന്നെ അവൻ എന്തിനാ അവൻ്റെ സത്യാവസ്ഥ എല്ലാവരെയും ബോധിപ്പിക്കാൻ നിൽക്കണം? അവനെ എല്ലാവരും കൂടി കള്ളനാക്കി മാറ്റിയതല്ലേ? അവൻ്റെ ഈ ചേച്ചിയായ ഞാൻ പോലും അതിന് കൂട്ടുനിന്നില്ലേ? എനിക്കെൻ്റെ അനിയനെ നഷ്ടപ്പെട്ടു. കുഞ്ഞിലെ എൻ്റെ കയ്യും പിടിച്ചിറങ്ങി വന്നവനാ. അവനിന്ന് എന്നെയും ബാലേട്ടനും വെറുത്തുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. ഇനി ഒരിക്കലും തിരിച്ചവൻ വരത്തില്ല എന്ന് മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. ഇപ്പം അവൻ്റെ ചേച്ചി അവൻ്റെ ശത്രുപക്ഷത്താ. ചേച്ചി മാത്രമല്ല, അവിടെ എൻ്റെ അമ്മ പോലും എന്നെ വെറുത്തു. സ്വന്തം മകനെ ഒരു കള്ളനാക്കിയവളാ ഇന്ന് ഞാൻ എന്നും പറഞ്ഞ് ഗോമതി അവിടെ നിന്ന് കരയാണ് കേട്ടോ. ഗോമതിയുടെ കണ്ണീര് കാണുമ്പോൾ ബാലന് സങ്കടമാവുക. അപ്പം ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ്